RSS സ്ഥാപിതമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതെന്താ വെച്ചാൽ 1921 മലബാർ കലാപം ഒരു ദേശീയ സമരമായിട്ട് ആരംഭിച്ച് ഒരു വർഗീയ കലാപം എന്ന് പറയാവുന്ന രീതിയിൽ അവസാനിച്ച, പിന്നീട് വലിയ അടിച്ചമർത്തലിനൊക്കെ വിധേയമായ മലബാർ കലാപം ഉണ്ടാക്കിയ ഭീതിയുടെ ഒരു അന്തരീക്ഷം രാജ്യത്ത് എമ്പാടുമുണ്ടായിരുന്നു. അത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ മുതൽക്ക് നമ്മുടെ ബർമ്മ വരെയുള്ള വലിയൊരു പ്രദേശത്ത് അലയടിച്ചു. ഹിന്ദുക്കളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും വലിയ ഭയാശങ്കകളുണ്ടാക്കി. മാത്രമല്ല, ഇത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യ സമരം, നിസ്സഹകരണ സമരമൊക്കെ നടത്തി. അതിൻ്റെ റിസൾട്ട് നേർവിപരീതമായിരുന്നു. എന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹവും സൗഹാർദ്ദവും പോലും നഷ്ടപ്പെട്ട, രണ്ടു കൂട്ടരും പരസ്പരം സംശയത്തോടും ഭയത്തോടും കൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അദ്ദേഹം ജയിൽ മോചിതനായി വരുന്നു. 1924 രാജ്യത്തിൻ്റെ അപ്പോഴത്തേക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി. ആ സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സാമുദായിക ലഹളകൾ അഥവാ വർഗീയ കലാപങ്ങളുടെ അങ്ങനെ ഉണ്ടായ നഗരങ്ങളിൽ ഒന്നാണ് നാഗ്പൂർ. അവിടെയാണ് ഈ RSS സ്ഥാപിതമാകുന്നത്. കാരണം ഈ മുസ്ലിങ്ങളായ ആക്രമണകാരികളെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഈ RSSൻ്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ ഹെഗ്ഡെവാർ അദ്ദേഹം ചെറിയ ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുകയാണ് 1925. തുടർന്ന് ആ വർഷം തന്നെ വീണ്ടും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നു. അപ്പോൾ നാഗ്പൂരിൽ ഇതുപോലെയുള്ള ആക്രമികളെ ഈ ഹിന്ദു സന്നദ്ധ സംഘടനക്കാരെ അടിച്ചോടിച്ചു. ഇതാണ് അതിൻ്റെ ചരിത്രം. തുടക്കം എങ്ങനെയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് നാഗ്പൂരിൽ പ്രാദേശികമായിട്ടുണ്ടാക്കിയ ഒരു ചെറിയ സന്നദ്ധ സംഘടനയ്ക്ക് പെട്ടെന്ന് വലിയ സ്വീകാര്യത ലഭിച്ചു. ഇതുപോലെ തിരിച്ചടിച്ചാൽ അക്രമികളെ നമുക്ക് നിലനിർത്താം എന്നൊരു തോന്നൽ ഉണ്ടായി. അതേ തുടർന്ന് മറ്റ് രാജ്യത്തിൻ്റെ, അന്നത്തെ ബോംബെ സ്റ്റേറ്റാണ്, ബോംബെ പ്രോവിൻസാണ്, ബോംബെയിൽ മാത്രമല്ല മറ്റ് അയൽ പ്രവിശ്യകളിലൊക്കെ ഇതിന് ആവശ്യക്കാരുണ്ടായി. ചില നാട്ടുരാജാക്കന്മാർ അതിന് പ്രോത്സാഹനം നൽകി. പിന്നെ ഹിന്ദുത്വ ആശയം, അതിന് മുമ്പ് തന്നെ ഹിന്ദുത്വ ആശയം രാഷ്ട്രീയമായിട്ട് നിലവിലുണ്ട്. ഹിന്ദു മഹാസഭ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പറ്റാത്തൊരു കാര്യം ഇവർക്ക് സാധിച്ചു. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതാണ് വ്യത്യാസം. അങ്ങനെ ഒരു സന്നദ്ധ സംഘടന, ഒരു വോളണ്ടിയർ സംഘടന ഉണ്ടാകുന്നു. അവരൊരു അർദ്ധ സൈനിക മാതൃകയിൽ സംഘടിക്കുന്നു. മാത്രമല്ല, ഇറ്റാലിയൻ ഫാസിസ്റ്റ് പാർട്ടിയുടെ ഒരു മാതൃക ഇവർ പിന്തുടർന്നിട്ട് ഈ RSSൻ്റെ ആദ്യകാല സംഘടകരിലൊരാളെന്ന BS മൂജെ, അദ്ദേഹം റോമിൽ ചെല്ലുകയും മുസോളിനി നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഫാസിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ ചട്ടക്കൂടും അവരുടെ യൂണിഫോമും അവരുടെ മാർച്ചും പരേഡും ഒക്കെ അദ്ദേഹം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു മൂശയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്.